ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ BEGS 183ൽ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. റൈറ്റിംഗ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ് നമ്മുടെ ബ്ലോക്കിൻ്റെ പേര്. സോ നമ്മൾ അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദ ബേസിക്സ് ഓഫ് റൈറ്റിംഗ്. ഇതാണ് നമ്മൾ യൂണിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കാര്യമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു നല്ലൊരു റൈറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരുവിധം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ നല്ല രീതിയിൽ ഒരു റൈറ്റിംഗ് വെൽ എന്നാ പറയുന്നത്, അപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ നമ്മൾ എന്തൊക്കെയോ സ്റ്റെപ്സ് നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ഒരു റൈറ്റിംഗ് എഴുതിയതിന് ശേഷം നമ്മൾ അത് വീണ്ടും റിവിഷൻ ചെയ്യണം അല്ലേ. അപ്പം അതിലെന്തെങ്കിലും തെറ്റുകൾ, എഡിറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അത് തിരുത്തണം. ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു യൂണിറ്റിൽ വിശദീകരിച്ച് പറയുന്നത്. അതുപോലെ തന്നെ പ്രൂഫ് റീഡിങ്, എഡിറ്റിംഗ്, ട്രബിൾ ഷൂട്ടിങ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. അപ്പം അവസാനമായിട്ട് നമ്മളൊരു നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ നമ്മൾ ഒരു റിഫ്ലക്റ്റീവ് പേഴ്സണും കൂടെ ആവണം, അല്ലെങ്കിൽ അത് നമ്മൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുന്ന ഒരാളും കൂടെ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റൈറ്റർ എന്നുള്ള സ്ഥാനം നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്, അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് ഇതിൽ യൂണിറ്റിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ. അഥവാ നമ്മൾ പല രീതിയിൽ എഴുതുന്നവരാണ്. അപ്പം അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യകതകളൊക്കെ വിശദീകരിക്കുന്ന ഒരു യൂണിറ്റാണ് കേട്ടോ. ഇതാണ് ഇതിൽ ഇൻട്രൊഡക്ഷനായിട്ട് ഇതിൽ പറയുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ്, അണ്ടർസ്റ്റാൻഡിങ് ഹൗ റൈറ്റിംഗ്സ് ഹെൽപ്സ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൽ കുറച്ച് പോയിന്റുകളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതാ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ടോട്ടലൈസ് ചെയ്യാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത്, നമ്മൾ റൈറ്റിംഗ്സ് എന്ന് പറയുമ്പം നമ്മൾ പലതരത്തിലുള്ള റൈറ്റിംഗ്സ് ഉണ്ടല്ലേ. അത് മേ ബി എക്സ്പോസിറ്ററി ആവാം, അല്ലെങ്കിൽ നറേറ്റീവ് ആവാം, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകളാവാം. അപ്പം ഇതൊക്കെ നമ്മളെ പഠനത്തെ തന്നെ പല രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. അപ്പം എക്സ്പോസിറ്ററി എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ വ്യക്തമായിട്ട് അത് അവതരിപ്പിക്കാൻ നമ്മൾക്ക് സഹായിക്കുന്ന എക്സ്പോസിറ്ററി ആയിട്ടുള്ള എഴുത്തുകൾ. അതുപോലെ നരേറ്റീവ് എഴുത്തെടുക്കുകയാണെങ്കിലോ അത് എന്തെങ്കിലും ഒരു സംഭവങ്ങളെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ കൂടുതൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള എഴുത്തെടുക്കുകയാണെങ്കിലോ നമുക്ക് ഒരു നമ്മളെ എന്തിനെയാണോ അനുകൂലിക്കുന്നത് അതിനെ കുറിച്ചിട്ട് പഠിക്കാനും, അതുപോലെ തന്നെ നമ്മളെ എതിരായിട്ട് നിൽക്കുന്ന നമ്മളെ എതിർവാദങ്ങളൊക്കെ നേരിടാനും അതിനെ പഠിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഓരോ എഴുത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ എഴുത്തിനെയൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് കൂടുതൽ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആലോചിക്കും. അപ്പം നമ്മൾ കൂടുതൽ ഒരു ആലോചനാപരമായിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് നമ്മൾ അതിലൂടെ മാറും. അപ്പം നമ്മളെ ഭാവന എല്ലാം അതിലൂടെ വളരെയാണ് ചെയ്യുന്നത്. അപ്പം എക്സാമിന് പോലും നമ്മളെ എഴുത്തുകൾ അതുപോലെ തന്നെ വായനയും മാത്രമാണ് അതിൽ വിലയിരുത്തുന്നത്. ഇപ്പം നമ്മൾ എന്താണ് എഴുതിയത്, ആ എഴുത്താണ് ഇതിൽ നമ്മൾ എന്ത് വായിച്ചു എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ആ എഴുത്താണ് അവിടെ നമ്മുടെ മാർക്ക് പേപ്പറായിട്ട് പോലും വരാറുള്ളത് എന്നുള്ളത്. അപ്പം എഴുത്തിന് അത്രയും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുണ്ട്. സോ നമ്മൾ നല്ലൊരു എഴുത്ത് ഉള്ള നല്ല ആശയങ്ങളുള്ള ഒരാളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്കൊരു ജോലി കിട്ടാനും, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ എഴുതാനും ഒക്കെ ഏതൊരു കാര്യം എടുത്താണെങ്കിലും എഴുത്ത് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദെൻ നമ്മൾ ടെക്സ്റ്റിൽ പിന്നീട് പറയുന്ന കാര്യമാണ്, ക്യാൻ റൈറ്റിംഗ് ബി ലേൺഡ്. അപ്പോൾ ചിലരുടെയൊക്കെ വിചാരമുണ്ട് ഈ എഴുതാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണെന്ന്. ഒരിക്കലും അല്ല. നമ്മൾ അത്രയും പ്രാക്ടീസിങ്ങിലൂടെയും അത്രയും ട്രെയിനിങ്ങിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു എഴുത്തുകാരനാകാൻ പറ്റുള്ളൂ. അപ്പം അവരുടെയൊക്കെ ഹാർഡ് വർക്കിങ്ങിന് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതൊക്കെ ജന്മന അവർ അങ്ങനെയാണ് എന്നൊന്നും ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പം അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്താണ് അവർ നല്ലൊരു റൈറ്റർ ആയിട്ടുണ്ടാവുക. പലരും ആദ്യം എഴുതുമ്പോൾ പല വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്താണ് അവരിപ്പോൾ നല്ലൊരു റൈറ്ററായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും അത് അവരുടെ ജന്മസിദ്ധമാണെന്നുള്ളത് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. കാരണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു റൈറ്റർ ആവാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് മാർഗ്ഗങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. 5 പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ലേൺ ടു റൈറ്റ് ബൈ റീഡിങ് എന്നുള്ളത്. അപ്പം നമ്മൾ എഴുതാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നല്ലവണ്ണം വായിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ വായനയിലൂടെ തന്നെ പല ജോണേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മേ ബി ചിലത് നറേറ്റീവ് ആവാം, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ പെർസേസീവ് ആവാം. ഇങ്ങനെ പലതരത്തിലുള്ള എഴുത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. ഇങ്ങനെ വായിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു റൈറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ജേണേഴ്സിനും ഓരോ വായിക്കുന്ന രീതികളുണ്ട്, ഓരോ വായനാ ശൈലികളുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ അത് നമ്മൾ വായിക്കുമ്പോൾ മാത്രമേ നമുക്കും അതുപോലെ നല്ലൊരു റൈറ്റർ ആവാൻ പറ്റൂ.
ദെൻ സെക്കൻഡ് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു ബിക്കം എ ഗുഡ് റൈറ്റർ ഈസ് ബൈ കോൺസ്റ്റന്റ്ലി റൈറ്റിംഗ്. അപ്പം നമ്മൾ നല്ലൊരു റൈറ്റർ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ നിർത്താതെ എഴുതിക്കൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് ബ്ലോഗ്സ് എഴുതാം, അതുപോലെ തന്നെ ഡയറീസ് ഒക്കെ എഴുതാം, അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കുറിച്ച് വെക്കാം. ഇതൊക്കെ നമ്മളെ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മളെ നല്ല വേർഡ്സുകൾ അല്ലെങ്കിൽ നമ്മളെ വേർഷൻ നല്ലൊരു വേർഷൻ തന്നെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. then മൂന്നാമത് പറയുന്നത് എൻഹാൻസ് യുവർ വൊക്കാബുലറി. അപ്പം നമ്മൾ എന്താ പറയുക, നല്ല പദങ്ങൾ ഉപയോഗിച്ചെങ്കിൽ, നല്ല പദസമ്പത്തുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല റൈറ്റർ ആവാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഒരു സിമ്പിളായിട്ടുള്ള വേർഡുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നല്ല റൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് പദവിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പാസീവ് ആയിട്ടുള്ള വൊക്കാബുലറിനെ ആക്റ്റീവ് വൊക്കാബുലറിക്ക് നമ്മൾ മാറ്റണം. അത് നമുക്ക് എന്താണ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ന്യൂസ്, അതുപോലെ തന്നെ നമ്മളെ റൈറ്റിങ്സ്, ഇതിലൊക്കെ കൂടുതലായിട്ട് നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ ന്യൂസുകൾ കാണുന്നതിലൂടെ ഒക്കെ നമ്മുടെ റൈറ്റിങ്സിലേക്ക് അത് പകർത്തുന്നതിലൂടെ നമുക്ക് എന്താണ്, ഒരു നമ്മുടെ വൊക്കാബുലറി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും, എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേർഡ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ മാറണം. പിന്നെ നാലാമത് പറയുന്നത് അവെയർ ഓഫ് ദ പേർപ്പസ് ഓഫ് യുവർ റൈറ്റിംഗ് ആൻഡ് നോളജ് ഓഫ് ഹൂ യുവർ റീഡേഴ്സ്. ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ എഴുത്തിൻ്റെ ലക്ഷ്യം, നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലപ്പോൾ എഴുതുന്നുണ്ടാവുക. പക്ഷേ അത് ആരാണ് നമ്മൾ റീഡേഴ്സായിട്ട് വരിക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണാം. അപ്പോൾ നമ്മൾ ഓരോ ലൈൻസും അവർ റീഡേഴ്സ് അതെങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മൾ തന്നെ മുൻകൂട്ടി നമുക്കത് കാണുമ്പോൾ മാത്രമേ നമ്മൾ നല്ലൊരു റൈറ്റർ ആവാൻ പറ്റുള്ളൂ. അവരെങ്ങനെ ഇതിലൂടെ ചിന്തിക്കും, അവരെങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ച് ആ ഒരു രീതിയിലേക്ക് നമ്മളെ എഴുത്തിനെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ഗുഡ് ആയിട്ടുള്ള ഒരു റൈറ്ററായിട്ട് നമ്മൾ മാറുള്ളൂ. അതാണ് അവിടെ പറയുന്നുള്ളത്. ദെൻ എന്താ പറയുന്നത്, അവസാനത്തെ പറയുന്നത് ലാസ്റ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സബ്ജക്ട് ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ടോപ്പിക്സ് ആണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് എഴുതുകയാണെങ്കിൽ അതാണല്ലോ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് എഴുതുമ്പം അത് എങ്ങനെ ആളുകൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. അപ്പം ഏത് രീതിയിൽ പറഞ്ഞാലാണ് അത് കൂടുതൽ റീഡേഴ്സിലേക്ക് അത് നല്ല രീതിയിൽ അത് എത്തുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മളെ ചിന്താശേഷിയെ ഒരു തരത്തിൽ ഉയർത്താനും ഇത് ഒരു കാരണമാവും. അപ്പം നമ്മൾ എഴുതുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കുന്നതിലുപരി നമ്മുടെ തന്നെ സ്വയം ചിന്തകൾ അത് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു റൈറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാ വിഷയത്തിലും പോയി തലയിടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം നമുക്ക് എഴുതുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊരു ടോപ്പിക്സ് ആയിക്കോട്ടെ, ഏതിൻ്റെ പേർപ്പസ് ആയിക്കോട്ടെ, റീഡേഴ്സിന് അവർക്കനുസരിച്ച് അവരുടെ വിഷയത്തിനനുസരിച്ച് നമ്മൾ എഴുതുമ്പം അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇതൊക്കെ നമ്മൾ നല്ലൊരു എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ തോന്നിയതുപോലെ ഒന്നും എഴുതാൻ പറ്റില്ല. അത് ആളുകൾ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു വിഷയത്തെ എക്സ്പോസ് ആയിട്ട് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റൂല. അതിന് ഒക്കെ നമുക്ക് റൈറ്റർ എന്ന നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നീട് ഇതിൽ പറയുന്നുണ്ട് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത് ആ സബ്ജക്റ്റിനെ തന്നെ സബ് ടോപ്പിക്സ് ആയിട്ട് എന്ത് ചെയ്യും, വിഭജിക്കും. എന്നിട്ടാണ് നല്ല എഴുത്തുകാർ എഴുതുക. അപ്പോൾ ഇതെന്താണ് കൂടുതൽ റീഡേഴ്സിന് കൂടുതലായിട്ട് കണക്റ്റ് ആവാൻ പറ്റും. അതുപോലെ കൂടുതലായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാനൊക്കെ ഇത് റീഡേഴ്സിനെ സഹായിക്കുന്നത്. ആ ഒരു രീതിയൊക്കെ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്താ വെച്ചാൽ ഡിഫൈനിങ് ആവാം. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ട് പറയുന്നതാവും, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ട് തരംതിരിച്ചിട്ട് പറയുന്നതാവും, അല്ലെങ്കിൽ കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതുന്നതാവാം. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റിങ്, എന്തെങ്കിലും ഉദാഹരണങ്ങളൊക്കെ നൽകിയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ്, എന്തെങ്കിലും കാര്യകാരണങ്ങളൊക്കെ വിശദീകരിക്കുന്ന രീതിയിൽ, അങ്ങനെ പലതരത്തിലും ഉള്ള മെത്തേഡുകൾ നമ്മൾ എഴുത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ സബ്ജക്റ്റിനെ നമുക്ക് രണ്ട് തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള രണ്ട് വേസ് അതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഡിസ്കവറിങ് വാട്ട് യു ഓൾറെഡി നോൺ അബൌട്ട് ദ സബ്ജക്റ്റ്. നമുക്ക് എന്താണ് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അറിയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അത് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ എഴുതുക. നമുക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം ഒരു ധാരണകളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് എഴുതുക. അപ്പം നമ്മൾ ക്ലാസ് നോട്ടുകളൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ എഴുതുക എന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ അറിയാം എന്നുള്ളത് നമ്മളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് എഴുതാം. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ഡൂയിങ് റിസർച്ച് ഈസ് എസെൻഷ്യൽ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാം. അത് ബുക്സോ ജേണൽസോ ഇൻ്റർനെറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ല റിസർച്ച് നടത്തിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ചോദിച്ചാൽ അത് ഇപ്പം നമ്മളൊരു കാര്യം വായിച്ചതാണെങ്കിൽ അത് എഴുതിയതാരാണ്, അതിൻ്റെ ഹെഡിങ് എന്താണ്, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളത് കുറിച്ച് വെക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് ആ ഒരു ഭാഗത്ത് അവിടെ പറയുന്നത്. ദെൻ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് പ്രോസസ് അപ്രോച്ച് ടു റൈറ്റിംഗ്. ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജേണൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട പ്രോസസ്സാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് റൈറ്റിംഗ്
പ്ലാൻ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യത്തിനുള്ള ഇമ്പോർട്ടൻ്റ് നമ്മൾ എന്തൊക്കെ ചേർക്കണം എന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ നമ്മൾ അതിലാദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കണം. എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ള പ്ലാൻ ചെയ്യണം നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. അതിൽ പറയുന്നത് റൈറ്റിംഗ് എ ഡ്രാഫ്റ്റ് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒരു സാധാ ഒരു ഇത് എഴുതിയിട്ട് നമ്മളതിനെ വായിച്ച് ഇതിൽ എന്തൊക്കെ തിരുത്തുകൾ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ആവശ്യമുള്ള എഡിറ്റിംഗ് ഒക്കെ അതിൽ ആ ഒരു സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമ്മൾ വൊക്കാബുലറിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ റൈറ്റിംഗ് എ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഒറിജിനൽ അല്ല, നമ്മൾ ഡ്രാഫ്റ്റ് ആയിട്ട് ചെയ്യുക. അതിൽ നമുക്ക് തന്നെ വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതപ്പോൾ തന്നെ തിരുത്തുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, കോൺഫറൻസിങ് എന്നുള്ളതാണ്. അപ്പം കോൺഫറൻസിങ് പറയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഓൾഡ് ആയിട്ടുള്ള ആളുകൾ അവരുമായിട്ടൊക്കെ നമ്മളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് എഴുതുകയാണെങ്കിൽ അവരോടൊക്കെ അഭിപ്രായം ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് റിവൈസിങ് പറയണം. അപ്പോൾ നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമറൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കണം, ക്ലാരിറ്റി ഒക്കെ ഉഷാറാക്കണം. അതുപോലെ തന്നെ നമ്മൾ വൊക്കാബുലറിയൊക്കെ ഉഷാറാക്കിയിട്ട് ഒക്കെ സെറ്റ് ആക്കിയിട്ടൊക്കെ റിവിഷൻ ചെയ്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ആവശ്യമുണ്ടോ, തെറ്റുകൾ എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി അപ്പം അങ്ങനെയാണത് റെഡിയാക്കി എടുക്കേണ്ടത്. സോ പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന വേറൊരു കാര്യമാണ്, ഇപ്പോൾ 3 പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ ആ എഴുത്തിനെ ഒന്ന് റീലുക്ക് ചെയ്യേണ്ട കുറച്ച് മാർഗ്ഗങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫോക്കസ് ആണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് അത് കൂടുതൽ എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിൽ വലിച്ചു വാരിയിട്ട് എഴുതാൻ പാടില്ല. അത് ആവശ്യത്തിന് മാത്രം എഴുതുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചാൽ അത് തീരെ ചെറുതാവാൻ പാടില്ല, പറ്റ ചെറുതും ആവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വിശാല മനസ്കതയോട് കൂടിയിട്ട് അങ്ങനെ വിശാലമായിട്ട് അങ്ങനെ എഴുതാനും പാടില്ല. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഒരു ഇതുണ്ട് അതിന്. അപ്പം അത് നമ്മൾ പാലിക്കുക എന്നുള്ളത് അതാണ് ഫോക്കസിൽ പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് റീഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഓരോ പാരഗ്രാഫിനും എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള സെൻറ്റൻസുകൾ അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് ഓരോ പാരഗ്രാഫും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അതിൽ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു എഴുത്ത് വായിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ എക്സാം എഴുതുമ്പം നമ്മൾ പേപ്പേഴ്സ് അപ്പം ഒരു വിഷയത്തിൻ്റെ പേപ്പേഴ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ 20 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാമെന്ന് ആലോചിക്കുക. അതിൽ 20 മാർക്കിന് നമ്മളൊരു പേജുകൾ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 5 പേജ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 പേജും അവർ ഇരുന്ന് വായിച്ച് നോക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരെന്താ നോക്കില്ല, ഒന്ന് സ്റ്റാർട്ടിങ് നോക്കും, അതുപോലെ തന്നെ നമ്മൾ എൻഡിങ് നോക്കും. അതുപോലെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ടാണ് അവർ ഒരു മാർക്ക് ഇടുന്നത്. അപ്പം നമ്മൾ ചിലപ്പം വരച്ച് വാരി എഴുതുന്ന ആളുകളാണ്, പക്ഷെ അതിലുള്ള പോയിന്റുകളൊക്കെ അതിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്ന സ്ട്രക്ചർ, നമ്മൾ എഴുതുന്ന രീതി അതെല്ലാം നോക്കിയിട്ടാണ് നമ്മളത് മാർക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഉഷാറായിരിക്കണം, അതുപോലെ തന്നെ എൻഡിങ് ഉഷാറായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഹിൻറ്റ് എന്തെങ്കിലും അത് നൽകും വേണം. നമ്മൾ ഫ്യൂച്ചറെ സംബന്ധിച്ച് എന്തെങ്കിലും ഹിൻറ്റുകൾ നമുക്ക് ആ ഒരു സംഭവം, ആ ഒരു എഴുത്ത് നമുക്ക് നൽകണം. ഇത് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു എഴുത്തായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് റീഡബിലിറ്റിയിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേറ്ററി സ്ട്രാറ്റജീസ്. അപ്പം നല്ല ഒരു എക്സ്പ്ലനേറ്ററി സ്ട്രാറ്റജി നൽകണം എന്നുള്ളതാണ്. അപ്പം ചിലർക്ക് ചിലപ്പോൾ എഴുത്ത് മാത്രം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം എന്തെങ്കിലും പിക്ചേഴ്സ് എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് പിക്ചേഴ്സ് എന്തെങ്കിലും വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൊടുക്കണം. അതുപോലെ എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വായനക്കാർ ഏത് രീതിയിലുള്ള ആളുകളാണ്, എങ്ങനെ മനസ്സിലാവുന്ന ആളുകളാണെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൽ ചേർത്ത് വെച്ച വിവരങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് നോക്കണം. ഇതിന് കൂടുതൽ ഇനിയും വിവരങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കണം. സിനോണിംസ് നോക്കണം, ആൻറ്റോണിംസ് ഒക്കെ ചേർത്ത് എല്ലാം നമ്മൾ ഉഷാറാക്കി നല്ല ഭംഗിയിൽ നമ്മൾ ഇതാക്കിയെടുക്കണം എന്നുള്ളതാണ് നല്ലൊരു റൈറ്ററിൻ്റെ കുറച്ച് മേന്മകളായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു റൈറ്റിംഗ് ഇങ്ങനെ എഴുതാം എന്നുള്ളത് ടെക്സ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്കൊരു എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാൻ പറ്റൂ. അത് മാത്രമേ നല്ലൊരു എന്തിലെത്താൻ പറ്റുള്ളൂ, നല്ലൊരു വിജയത്തിലേക്ക് ഈ എഴുത്തുകൾ മാത്രമേ എത്തുള്ളൂ എന്നുള്ള പറയുന്നത്. പിന്നീട് ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എഡിറ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാവരും എഡിറ്റേഴ്സ് ആണല്ലേ. അപ്പം നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിയുന്ന അസൈൻമെൻറ്റുകൾ എഴുത്തുകളൊക്കെയാണ് എന്ത് കൂടുതലായിട്ടും പലപ്പോഴും മികച്ച എഴുത്തുകളായിട്ട് വിലയിരുത്താറുള്ളത്. അപ്പം എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പം എഡിറ്റിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ പങ്ക്ച്വേഷൻസ്, എക്സ്പ്രഷൻസ്, ഗ്രാമർ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് അവസാനത്തെ ഡ്രാഫ്റ്റ് ഇപ്പോൾ 2-3 തവണ വായിക്കുക, അതിലെന്തെങ്കിലും പേജ് നമ്പേഴ്സോ അല്ലെങ്കിൽ എന്താണ് ഫോർമാറ്റോ നെയിമോ റോൾ നമ്പറോ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ പ്രൂഫ് റീഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എഡിറ്റിങ്ങിന് ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഡിക്ഷണറി ഉപയോഗിക്കാം, തെസാറസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിന് സ്പെല്ലിങ്, മീനിങ്, എന്താണ് സിമിലർ വേർഡ്സ്,
അതുപോലത്തെ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീഡിങ് എലൗഡ് എന്ന് പറയുന്നത് ഉറക്കെ വായിക്കണം. നമ്മൾ ശബ്ദത്തിൽ വായിക്കുക. അപ്പോൾ നമ്മളെ കണ്ണ് കാണാത്തത് എന്ത് ചെയ്യും, നമ്മളെ ചെവി കേൾക്കും എന്നുള്ളതാണ്. അപ്പം അത്രയും നമുക്കത് മനസ്സിലാക്കുമ്പോൾ തെറ്റുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്താണ്, അതുപോലെ തന്നെ ഗ്രാമർ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ഇതൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സംഭവം. അതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിങ്ങിൽ പറയുന്നത് കേട്ടോ. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന അവസാനം എന്താണ്, 2-3 എണ്ണം വായിക്കല്. അതിലെന്താണ്, പേജ് നമ്പറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗ്രാമർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ അതുപോലും ഇല്ല നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ഹെഡിങ് ആണ് തിങ്കിങ് ക്രിട്ടിക്കലി ഓഫ് യുവർ റൈറ്റിംഗ്. ഇതിൽ പറയുന്നത് ഇപ്പം നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം. അപ്പം നമ്മളെ സ്വന്തം എഴുത്തിനെ പോലും നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അത് റിഫ്ലക്റ്റ് ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ ഒരു എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്, അല്ലെങ്കിൽ സ്വന്തം എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ സ്വന്തം അറിവുകൾ, അതുപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വായിക്കും. ഇങ്ങനെ എന്താണ്, നമ്മളെ തന്നെ സ്വയം ഗ്രോത്ത് ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ ഒരു എഴുത്ത് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ ചുമ്മാ കയറി എങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അതിനെക്കുറിച്ച് നല്ലോണം അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതുള്ളൂ. അപ്പം നമ്മൾ അത്രയും നമ്മുടെ ചിന്താശേഷിയാണ് അതിലൂടെ വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ അയാൾ നല്ലൊരു എഴുത്തുകാരനാവുള്ളൂ. അപ്പം ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്, ഞാൻ എഴുതുന്നത് ഏത് ജോണേഴ്സിൽ പെട്ടതാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എൻ്റെ എഴുത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എൻ്റെ എഴുത്തിൻ്റെ റീഡേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ബോധേഡാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ എഴുത്തിനെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം എന്താണ്, നല്ലൊരു കലാസൃഷ്ടിയാണ് നമ്മളിൽ നിന്ന് പിന്നീട് ഉണ്ടാവുക. കാരണം തെറ്റുകൾ വരുന്ന പല മേഖലകളും നമ്മൾ അടക്കും, തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പല മേഖലകളും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പം നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഴുത്തുകളാണ് ആളുകൾക്ക് അതിലൂടെ കിട്ടുന്നത്. നമ്മൾ തന്നെ നമ്മുടെ എഴുത്തിനെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ. സോ അതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.